ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. വിഷ്വലി വരുന്നത്. അപ്പോൾ വീടെല്ലാം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ ആണ് കേട്ടോ എനിക്ക് ഇതിനെല്ലാം ഒഴിവ് കിട്ടുക. ഇപ്രാവശ്യം എൻ്റെ കൂടെ മോളും മോനും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ അവരെ കാര്യം നോക്കി പോയി. എന്നിരുന്നാലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തു കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ എനിക്ക് വളരെ ഉപകാരമുള്ള സംഭവമാണ്. കാരണം എനിക്ക് ഹൈറ്റ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഈ ഫാൻ ആയാലും ശരി, മുകളിലുള്ള മാറാല തട്ടലായാലും ശരി, അതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷം കണ്ടില്ലേ എന്തൊരു എളുപ്പത്തിലാണെന്നറിയോ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് ഫുൾ അഴുക്കും കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ റൂമിലേക്ക് കടന്നു. അവിടെയും ഫാനെല്ലാം ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഫുൾ ക്ലീനാക്കി, മുകളിലെ മാറാലും ഒക്കെ ഇതുകൊണ്ട് സുഖമായിട്ട് തട്ടി ക്ലീനാക്കി കേട്ടോ. AC അവിടെയൊക്കെ കണ്ടോ, അവിടുത്തെ അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. എത്ര ഹൈറ്റ് കുറഞ്ഞവർക്കും ഈ സംഭവം ഉണ്ടെങ്കിൽ വേറൊരാളെ നമുക്ക് ആശ്രയിക്കേണ്ട. കണ്ടില്ലേ, ഞാൻ നേരെ അത് കഴിഞ്ഞ് പുറത്തോട്ടാണ് പോയത്. ഇവിടെയൊക്കെ നല്ല പോലെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും 2 ദിവസം കൂടുമ്പോൾ പൊടി നിറയും. അതുപോലെ തന്നെ ജനലേമലൊക്കെ പുറത്തുനിന്ന് പൊടിയും കാറ്റൊക്കെ അടിച്ച് പൊടിയൊക്കെ നിറഞ്ഞിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഈ തൂണുമലൊക്കെ ഇങ്ങനെ പൊടിയായിരുന്നേ, മണ്ണിങ്ങനെ പറ്റി പിടിച്ചിരിക്കണ പോലെ. അതൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി. കുറച്ചധികം പാടുപെട്ടു കേട്ടോ. ഞാൻ നന്നായിട്ട് ഉരച്ച് തുടയ്ക്കുമ്പോൾ അതൊക്കെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഞാൻ അടിച്ചു വരാൻ തുടങ്ങി. ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ഞങ്ങളുടെ TV-യുടെ സ്റ്റാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇപ്പോൾ തൽക്കാലത്തിന് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നാളെ അളവെടുക്കാൻ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പുതിയ സ്റ്റാൻഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞതാ ഡോർ ക്ലീനിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ ഒരു മാറാല പിടിച്ച് കുറച്ച് പൊടിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇത്രയും ഡീപ്പ് ക്ലീനിങ് നമ്മളിതുപോലെ വിഷു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അടിച്ചൊരു തുടയ്ക്കുക അങ്ങനത്തെ പണികളാണ് കൂടുതലായിട്ടും ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫുൾ ക്ലീനിങ് ഞാൻ ഈ ഷോർട്സിൽ കാണിക്കുന്നില്ല, പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ടേ.